ക്രിസ്മസ് കാലമാണ്. നാടെങ്ങും ക്രിസ്മസ് ആഘോഷങ്ങളാണ്. എല്ലാവരും എല്ലാ മതക്കാരും ഒരുമയോടെ ക്രിസ്മസ് ആഘോഷിക്കുകയാണ് നമ്മുടെ നാട്ടിൽ. പക്ഷേ അത് കണ്ട് സഹിക്കാത്ത ഒരു കൂട്ടർ ഈ നാട്ടിലുണ്ട്. അതാരാണെന്ന ചോദ്യത്തിന് എല്ലാവർക്കും അറിയാം. അത് സംഘപരിവാറാണ്. ആ ക്രിസ്മസ് ആഘോഷങ്ങളോട് അസഹിഷ്ണുത പുലർത്തുന്നവർ നമ്മുടെ നാട്ടിലും, നേരത്തെ നോർത്തിലൊക്കെ പറഞ്ഞു കേട്ട സംഘപരിവാറിൻ്റെ ആ അസഹിഷ്ണുത നമ്മുടെ നാട്ടിലും ഈ ക്രിസ്മസ് കാലത്ത് കാണാൻ കഴിഞ്ഞു എന്നതാണ് ഗൗരവതരമായ ഒരു പ്രത്യേക സാഹചര്യം. ഏതായാലും ഒരു വശത്ത് പ്രധാനമന്ത്രി മെത്രാന്മാരുടെ കൂടെ ക്രിസ്മസ് ആഘോഷിക്കുന്നു. പക്ഷേ മറുവശത്ത് ക്രൈസ്തവർക്കെതിരെ സംഘപരിവാർ നടത്തുന്ന ഈ അതിക്രമങ്ങളെക്കുറിച്ച് ഒരു വാക്കുപോലും മിണ്ടുന്നില്ല. ക്രിസ്മസ് ദീപങ്ങൾ എത്രയോ നേരത്തെ അണഞ്ഞുപോയ മണിപ്പൂരിനെക്കുറിച്ച് സംസാരിക്കാൻ തയ്യാറാകുന്നില്ല. പ്രധാനമന്ത്രിയുടെ ഇരട്ടത്താപ്പ്, കേന്ദ്ര സർക്കാരിൻ്റെ ഈ നിലപാട്, അതിനെതിരെ സംസാരിക്കാൻ ചിലരെങ്കിലും രംഗത്ത് വരുന്നുണ്ട് എന്നത് ഏറെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയാണ്. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശക്തമായ നിലപാട് ഈ വിഷയത്തിൽ സ്വീകരിക്കുകയുണ്ടായി. ഇത്തരം സംസ്കാരശൂന്യരെ സമൂഹത്തിൻ്റെ പുറത്തേക്ക് മാറ്റി നിർത്തി എല്ലാവരും ഒരുമയോടെ ക്രിസ്മസ് ആഘോഷിക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഒപ്പം തന്നെ യുഹാൻ മിലിത്തിയോസ് മെത്രാപ്പോലിത്തെ പോലുള്ളവരൊക്കെ ശക്തമായ നിലപാട് പ്രധാനമന്ത്രിയുടെ സമീപനത്തിനെതിരെയും സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ അപ്പോഴും മൗനം പുലർത്തുന്ന ചിലർ നമ്മുടെ ഇടയിൽ ഇപ്പോഴുമുണ്ട്. ഏതായാലും ഈ വിഷയം ഈവനിംഗ് ഡിബേറ്റിൽ ചർച്ച ചെയ്യുന്നു. ഒപ്പം തന്നെ ക്രിസ്മസ് കാലത്തെ സർക്കാരിൻ്റെ വിപണി ഇടപെടലിനെക്കുറിച്ചും നമ്മൾ സംസാരിക്കുന്നുണ്ട്. ഏതായാലും സംസ്ഥാനത്തെ ക്രിസ്മസ് ആഘോഷങ്ങൾക്കെതിരെ സംഘപരിവാർ നടത്തിയ അക്രമങ്ങളെ മുഖ്യമന്ത്രി രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത്. മതവിശ്വാസത്തെ അപരവിദ്വേഷത്തിൻ്റെ ഹേതുവായി മാറ്റാൻ ചില ക്ഷുദ്രവർഗീയ ശക്തികൾ ശ്രമിക്കുന്നു. മതവിശ്വാസങ്ങളെ മറ്റുള്ളവരെ വെറുക്കാനും അകറ്റാനുമുള്ള സങ്കുചിത ചിന്തകളാക്കി പരിവർത്തനം ചെയ്യുന്ന വർഗീയ ശക്തികളെ കേരളത്തിൻ്റെ പടിക്ക് പുറത്തു നിർത്തണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഒരു മതവിഭാഗത്തിന്റെ ആഘോഷങ്ങളിൽ മറ്റുള്ളവരും ഒത്തുചേരും. ഇതു കേരളത്തിന്റെ പാരമ്പര്യമാണ്. മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെ അംഗീകരിക്കാനും മനസ്സിലാക്കാനും അവരുടെ സന്തോഷങ്ങൾ തന്റെ സന്തോഷങ്ങളായി കാണാനുമുള്ള വിശാലത മലയാളിയുടെ പ്രത്യേകതയാണ്. എന്നാൽ അതിനെ ദുർബലപ്പെടുത്താനും മതവിശ്വാസത്തെ അപരവിദ്വേഷത്തിന്റെ ഹേതുവായി മാറ്റാനും ചില ക്ഷുദ്ര വർഗീയ ശക്തികൾ ഇന്ന് കൊണ്ടുപിടിച്ച് ശ്രമിക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ ക്രിസ്മസ് ആഘോഷങ്ങൾക്കെതിരെ സംഘപരിവാർ നടത്തിയ ചില ആക്രമണങ്ങൾ ആ യാഥാർത്ഥ്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. കേരളത്തിനും മലയാളികൾക്കും അപമാനമായി മാറുന്ന ഈ സംസ്കാരശൂന്യർക്കെതിരെ ഒരുമിച്ച് നിൽക്കാൻ നമുക്ക് സാധിക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. അവരെ ചെറുക്കാനും ഈ നാടിന്റെ യഥാർത്ഥ സത്തയെ സംരക്ഷിക്കാനും നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. യേശുവിന്റെ ത്യാഗം എല്ലാ മനുഷ്യർക്കും ലോകത്തിന്റെ നന്മയ്ക്കും വേണ്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ മതവിശ്വാസങ്ങളെ മറ്റുള്ളവരെ വെറുക്കാനും അകറ്റാനുമുള്ള സങ്കുചിത ചിന്താഗതികളാക്കി പരിവർത്തനം ചെയ്യുന്ന വർഗീയ ശക്തികളെ കേരളത്തിന്റെ പടിക്കുപുറത്തു നിർത്തണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. യേശുക്രിസ്തുവിന്റെ ജന്മദിനം മാനവികതയുടെയും സ്നേഹത്തിന്റെയും സന്ദേശങ്ങളിൽ മുഖരിതമാകട്ടെയെന്നും മുഖ്യമന്ത്രി ആശംസിച്ചു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.